ഹലോ ഗായ്സ്, വെൽക്കം ടു തനൂസ് വ്ലോഗിന്റെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ കൊണ്ട് വേറെ വെറൈറ്റിയിലായിട്ട് വന്നേക്കാണ്. ഇന്ന് ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിലും ഒന്നല്ല, ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു. അതായത് കറിവേപ്പില വെളുത്താവാൻ കുറച്ച് പണിയാണ്, കറിവേപ്പില ഇട ഉണ്ടാവാൻ കുറച്ച് പണിയാണ്, വെളുത്താവാൻ കുറച്ച് പണിയാണ്. അപ്പൊ ഇത്ര വളം കൊട്ടിട്ടും വെളുതാവില്ല. 10 ദിവസമായിട്ട് ആ വെളുപ്പത്തിൽ തന്നെ മരം ആവാൻ കുറച്ച് പണിയാണ്. അപ്പോ അതിന്റെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോ നമുക്ക് ഇങ്ങനെ കറിവേപ്പില എത്ര പറ്റുന്ന ഒരു വളം കൊടുക്കാതെ ട്രിക്കായിട്ട് വെളുത്താക്കണതാണ് ഇന്നത്തെ വീഡിയോ. സുഖമായിട്ട് ചെയ്യാം. ഒരു മാസം 2 മാസം 3 മാസം കൊണ്ട് നല്ല വെളുപ്പത്തിൽ ഇലക്കുണ്ടാവും. ഇപ്പൊ ഈ നിങ്ങൾ ട്രൈ ചെയ്തോ. കുറച്ച് വളം കൊടുക്കണം, കുറച്ച് വളം കൊടുത്താലുണ്ടാവും. പക്ഷേ അപ്പൊ നിങ്ങൾ ചെയ്യുന്ന വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. കറിവേപ്പില കാണിച്ചു തരാം കേട്ടോ ഗൈസ്. അപ്പോ ഇതാണ് കറിവേപ്പില, കാണിച്ചു തരാം. ഇതാണ് നമ്മളെ കറിവേപ്പില. ഇതാണ് നമ്മളെ കറിവേപ്പില. ഈ കാണുന്ന തണ്ട് ഉണ്ടാവല്ലോ, ആ തണ്ട് കത്തിക്കൊണ്ട് എന്താ പറയാ, കത്തിയോണ്ട് മുറിച്ചാണ്ടി നമ്മൾ കൊമ്പിന്റെ തണ്ട് ഉണ്ടാവില്ലേ, ആ ഇങ്ങനെ വെട്ടിയാൽ അയാളെ വെളുപ്പുണ്ടാവും. അപ്പോൾ നമ്മള് എന്താ പറയാ, ഈ കറിവേപ്പിന്റെ എന്താ പറയാ, കറിവേപ്പിന്റെ കൊമ്പില്ലെങ്കിൽ താറ്റിന്ന് വെട്ടിയാല് കൊമ്പായിട്ട് വരും കേട്ടോ. അപ്പം കറിവേപ്പിലൊന്നും ചീഞ്ഞു പോവില്ല, ഉണ്ടായി വരും. അങ്ങനെ കൊമ്പ് വരുമ്പോ അങ്ങനെ വെട്ടി വിട്ടാല് എന്താ പറയാ, കറിവേപ്പില നല്ല വെളുപ്പ് വെക്കും. അപ്പൊ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. കൊച്ചിങ് വളം കൊടുത്താലും ഉണ്ടാവും കേട്ടോ. അപ്പൊ എനിക്ക് അറിവുണ്ടായ പറഞ്ഞേ. അത് നമ്മൾ തനൂസ് വ്ലോഗ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക, നമ്മൾ തനൂസ് വ്ലോഗ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ആദ്യം കിറ്റുകാശ് വീഡിയോയും അപ്പൊ ആദ്യം കാണാം. ബൈ ബൈ, സി യു. ഓക്കെ, ആദ്യം കാണാം. ബൈ ബൈ.